ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രത്യേക കാര്യത്തിൽ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നറിയുവാൻ ആഗ്രഹിച്ച ഒരാൾ വേദപുസ്തകം വായിച്ച കഥ വളരെ പ്രസിദ്ധമാണ്. അയാൾ തൻ്റെ വേദപുസ്തകം എടുത്ത് കണ്ണടച്ചു പ്രാർത്ഥിച്ച് രണ്ടായി തുറന്ന് തൻ്റെ കൈവിരൽ വേദപുസ്തക പേജിൽ അമർത്തി വെച്ചു. അതിനുശേഷം കണ്ണു തുറന്ന് തൻ്റെ വിരൽ പതിഞ്ഞ സ്ഥാനത്തുള്ള വാക്യം തനിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശമായിരിക്കും എന്നു കരുതി അയാൾ വായിക്കുവാൻ ആരംഭിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് അദ്ദേഹത്തിന്റെ കൈവിരലുകൾ പതിഞ്ഞിരുന്നത്. യൂദ ചെന്ന് കെട്ടിഞ്ഞാണ് ചത്തുകളഞ്ഞു. ഇത് വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ വിഷമത്തിലായി. അതുകൊണ്ട് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം എന്ന ചിന്തയോടുകൂടെ 2-ാം പ്രാവശ്യവും ഇതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു. രണ്ടാമതായി തനിക്ക് ലഭിച്ചതാകട്ടെ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യമാണ്. അതിലെ നിർദ്ദേശം നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ 2 വാക്യങ്ങളും തന്നെ മാനസികമായി വളരെ വിഷമത്തിലാക്കി. 2-ൽ പിഴച്ചാൽ 3-ലൊക്കും എന്ന ചിന്തയോടുകൂടെ ഒരു പ്രാവശ്യം കൂടെ അദ്ദേഹം ഈ പ്രവൃത്തി ആവർത്തിച്ചു. മൂന്നാമത് കിട്ടിയതാകട്ടെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം. നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. ഒരുപക്ഷേ ഈ കഥ നമ്മെ ചിരിപ്പിച്ചേക്കാം. എന്നാൽ നമ്മിൽ പലരും വേദവസ്തു ഉപയോഗിക്കുന്നത് ഏകദേശം ഈ വിധത്തിലാണോ എന്ന് പരിശോധിക്കുന്നത് കൊള്ളാം. ഒക്കുന്നെങ്കിൽ ഒക്കട്ടെ എന്ന മട്ടിൽ വേദപുസ്തകം വായിച്ച് ദൈവഹിതം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയാകരുത്. ചില ആളുകളാകട്ടെ തങ്ങൾക്ക് എന്ത് കേൾക്കുവാനാണ് ആഗ്രഹം അത് മാത്രം വായിക്കുവാൻ ശ്രമിക്കുന്നു. തൻ്റെ തെറ്റുകൾ തിരുത്തി തങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് സഹായിക്കുന്ന വേദഭാഗങ്ങൾ മനസ്സോടുകൂടെ തന്നെ ഒഴിവാക്കുകയും ചെയ്യും. മാർട്ടിൻ ലോയ്സ് ജോൺസൺ എഴുതിയ ഗിരിപ്രഭാഷണത്തിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. സത്യം അറിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളിൻ്റെ തിരുവചനത്തോടുള്ള സമീപനം ആത്മാർത്ഥതയുള്ളതായിരിക്കണം. അങ്ങും ഇങ്ങും നിന്ന് ഓരോ വേദഭാഗം പ്രത്യേകം തിരഞ്ഞെടുക്കുകയല്ല വേണ്ടത്. വേദപുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നോട് സംസാരിക്കുവാൻ അനുവദിക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ഒരിക്കലും നാം അക്ഷമയരാകരുത്. ധാരാളം സമയമെടുത്തു വേണം വേദപുസ്തകം വായിക്കേണ്ടത്. ഉറക്കം വരാത്ത രാത്രികളിൽ മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നതിനുള്ള ഒരു സ്തോത്രം എന്ന പോലെ പ്രത്യേക താല്പര്യത്തോടുകൂടെ ചില സങ്കീർത്തന ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് വായിക്കുന്നതും നല്ല രീതിയല്ല. നമ്മുടെ ജീവിത നടപടിക്രമങ്ങളെ പരിശോധിക്കുവാനും ഹൃദയത്തെ ശോധന ചെയ്യുന്നതിനും ദൈവവചനത്തെ പൂർണ്ണമായി അനുവദിക്കുകയാണ് വേണ്ടത്. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാണ്. അതൊരിക്കലും നാം മറന്നു പോകരുത്. ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ എന്ന മട്ടിൽ വചനം പഠിക്കുവാൻ തുടങ്ങിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടമായിരിക്കും ജീവിതത്തിൽ നേരിടുക. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.